Hi guys, welcome back to ripplespacetime. This is my second video. എനിക്ക് ഈ വീഡിയോ മലയാളത്തിൽ ചെയ്താൽ കുറച്ചുകൂടെ കൊള്ളാമെന്നുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും പലരുടെയും റെസ്പോൺസ് അവർക്ക് റിപ്പിൾ സ്പേസ് ടൈം എന്താണ്, വൈ ദി സ്പേസ്, വൈ ഇറ്റ് വർക്ക്സ് ടു, എന്താണ് ഇതിൻ്റെ പിറകിലുള്ള പർപ്പസ് എന്ന് പലർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മദർ ടങ്ങിലല്ലാണ്ട് വേറൊരു ഭാഷയിൽ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിലെ തോട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സ്ഥലം ഞാൻ ട്യൂഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഞാൻ 4th സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയാണ് ട്യൂഷൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് തന്നെ എനിക്ക് സയൻസിനോടുള്ള താല്പര്യം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് സയൻസും മാത്സുമാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓൾറെഡി എനിക്ക് ഈ സ്പേസ് ഉള്ളത് കൊണ്ട് എനിക്ക് ബാക്കി ക്രിയേറ്റീവായിട്ട് വേറെ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് അവർക്കും ഇവിടെ അവർക്കൊരു സ്പേസ് കൊടുക്കാനായിട്ട്, അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതാണ് ഈ സ്പേസിൻ്റെ പിറകിലുള്ള ഏറ്റവും വലിയ ഒരു മീനിങ് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു സ്പേസ് എൻ്റെ കുറച്ച് ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതിൽ ഞാനൊരർത്ഥവും കാണുന്നില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതുകൊണ്ട് അവർക്കും യൂസ് ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എനിക്ക് ഈ സ്പേസ് അവർക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അതൊരു വേറെയും ട്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, DTP വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, എനിക്കതിൻ്റെ വർക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്ക്, അല്ലൊരു വ്ളോഗർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർക്ക് ഇവിടെ വന്നിരുന്ന് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. ബാക്കി അത്യാവശ്യത്തിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. പേ ചെയ്യണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടിയല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷേ കാരണം എനിക്കും എൻ്റെയും പാഷൻ എന്താണ് എന്ന് ഡീപ്പായിട്ട് ആ റൂട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഭാഗമാവാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരികയും അവർക്കും ഇതുപോലെയുള്ള ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഹെൽപ്പും ചെയ്യാനായിട്ട് ഒരു സ്പേസ്, അതാണ് ഈ റിപ്പിൾ സ്പേസ് ടൈം കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയാനുള്ളത് വ്ളോഗിങ്ങിനെ പറ്റിയാണ്. ഞാനൊരു ഡെയിലി വ്ളോഗിങ് സ്റ്റൈലിൽ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന രീതിയിൽ ഒരു ട്രാവൽ ടെക് ആ ഒരു രീതിയിൽ ഡെയിലി വ്ളോഗിങ് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമുണ്ട്. ബട്ട് എനിക്ക് അതിൻ്റേതായ റിസോഴ്സസ് ഇല്ല. എനിക്ക് എഡിറ്റിംഗ് അത്ര അറിയാൻ പാടില്ല. അതുമാത്രമല്ല, അത്രയും മാത്രം റിസോഴ്സ് ഉള്ള ഒരു കമ്പ്യൂട്ടേഷൻ ഡിവൈസ്, ഒരു എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എൻ്റെ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ റോ ഫൂട്ടേജ് ആയിട്ട് ഇടാൻ മാത്രമേ താൽക്കാലികമായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എഡിറ്റിംഗ് അറിയാമെന്നുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഷുവർലി കം ഹിയർ ആൻഡ് വി ക്യാൻ ബി ടുഗദർ ആൻഡ് വി ക്യാൻ സ്റ്റാർട്ട് അവർ വ്ലോഗ് ആൻഡ് യു ഗൈസ് ക്യാൻ എഡിറ്റ് ആൻഡ് വി ക്യാൻ ഷെയർ അവർ യൂട്യൂബ് അക്കൗണ്ട്സ് ഈക്വലി. അത് നിങ്ങൾക്കും ചെയ്യാനുള്ള കാര്യമാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ക്രിറ്റിക്സ് എപ്പോഴും വേണം. എൻ്റെ ഈ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് പറയാനുള്ള എന്ത് കാര്യം കൊണ്ടാണെങ്കിലും നിറയ്ക്കുക. എനിക്ക് യാതൊരു തരത്തിലുള്ള വിരോധമില്ല. ഞാൻ എടുക്കേണ്ട സെൻസിൽ മാത്രമേ എടുക്കുന്നുള്ളൂ എന്ത് കാര്യമാണെങ്കിലും. അതുകൊണ്ട് പ്ലീസ് മാക്സിമം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും എൻ്റെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും അത് മാക്സിമം കറക്റ്റ് ചെയ്യാനും എനിക്ക് ശ്രമിക്കാൻ പറ്റും. പിന്നെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഭയങ്കര എൻകറേജ്മെൻ്റാണ്, ചെറിയൊരു കാര്യമല്ല അത്. കാരണം ഇതുപോലത്തെ ഒരു വീഡിയോ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ ഞാൻ പലപ്പോഴും പിടിച്ചിട്ടുണ്ടെങ്കിലും ഫ്രണ്ടിലോട്ട് പിടിച്ച് ആ ക്യാമറയെ തന്നെ നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ചലുപ്പുള്ള കാര്യമാണെന്ന് ഞാൻ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് ഓവർകം ചെയ്യുന്ന പല ആൾക്കാരെയും കണ്ടതുകൊണ്ടും അതിൽ നിന്നും പ്രചോദനം നേടിയതുകൊണ്ടുമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാ ആൾക്കാർക്കും യൂട്യൂബ് ഉണ്ട്. നിങ്ങളെല്ലാ ആൾക്കാരും യൂട്യൂബിൽ വീഡിയോ കാണുന്നവരാണ്. പ്ലീസ് നിങ്ങളെല്ലാ ആൾക്കാരും യൂട്യൂബിൽ ചാനൽ തുടങ്ങുക. അത് മോണിറ്റൈസേഷൻ ഫീച്ചർ ഓൺ ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും വീഡിയോസ്, എന്ത് മണ്ടത്തനം ആയിക്കോട്ടെ, ആരെങ്കിലും കുറ്റം പറയുന്നത് ഒന്നും നിങ്ങൾ വകവെക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും വീഡിയോ ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ അക്കൗണ്ട് കൊണ്ടുവന്ന് എൻ്റെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അറിയാൻ പറ്റും നിങ്ങളെ പ്രൊഫൈൽ ഏതാണെന്നുള്ളത്. സോ ഐ ക്യാൻ ഫോളോ യു ഗൈസ് ആൻഡ് വി ക്യാൻ ഷെയർ അവർ ഐഡിയാസ് ആൻഡ് തോട്ട്സ് ആൻഡ് യു ക്യാൻ ബി ഹിയർ എനി മൊമെൻറ്റ്. 24 hours എപ്പോഴും ഇത് ഓപ്പൺ ആണ്. കാരണം ഇതെൻ്റെ റൂഫ് ടോപ്പിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസാണ്. എൻ്റെ സ്റ്റാർട്ടപ്പായിട്ട് ഞാൻ തുടങ്ങിയതാണ്. ആസ് എ ടീച്ചർ എനിക്ക് ഭയങ്കര റിലീഫ്, മൈൻഡിന് ഒരു പ്ലഷറെല്ലാം കിട്ടുന്നു എന്നുണ്ടെങ്കിലും ഫിനാൻഷ്യലി ഇത് മുമ്പോട്ട് നല്ലൊരു രീതിയിലാണ് പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം
അത്രയും മാത്രം സ്റ്റുഡൻസ് ഒന്നും ഇല്ല. കാരണം അവർ വരും, കുറേ പേര് വരും, അതുവരെ ഡ്രോപ്പ് ചെയ്യും, വേറെ സ്ഥലത്തോട്ട് പോകും. മെയിൻലി ഞാൻ ഹിന്ദി പഠിപ്പിക്കുന്നില്ല, എനിക്ക് ഹിന്ദി എന്താണെന്ന് പോലും അറിയത്തില്ല. അതാണ് വൺ ഓഫ് ദ റീസൺ. പിന്നെ ഉള്ളത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും പലരും കാണുന്നത്. ബട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ദേ വിൽ ബി ടോക്കിംഗ് അബൌട്ട് മോർ അഡ്വാൻസ് തിങ്, മോർ ദാൻ സിലബസ്. ലൈക്ക് എന്താണ് അവർ ശരിക്കും ഈ റിയൽ വേൾഡിൽ ആവശ്യം ഉള്ളത്, അറിയേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ അത് ഉൾക്കൊള്ളുന്ന വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഇനിയും സ്കൂളിലും ഇതുപോലത്തെ ടോക്കുകൾ വരണം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീനെ പറ്റിയും ഇപ്പോൾ റിലവൻ്റ് ആയിട്ടുള്ള കാര്യത്തിനെ പറ്റിയും. അല്ലാതെ വെറുതെ ജസ്റ്റ് ഒരു മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാത്രം പോകുന്നത് ആഫ്റ്റർ ഗെറ്റിംഗ് ഓൾ ദീസ് ഡിഗ്രീസ് ആൻഡ് ഓൾ ഒരു പർപ്പസ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമ്മൾ അവസാനം വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് ആദ്യമേ റിയലൈസ് ചെയ്യാൻ വേണ്ടിയായിട്ട് പിള്ളേർക്ക് എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചറിൽ ബൈ 2025 സംഭവിക്കുക. ഈ ടെക്നോളജി വളർന്നത് ഇപ്പോൾ ഓൾറെഡി എഞ്ചിനീയേഴ്സ് ആയ ആൾക്കാരും ഇവരൊക്കെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് ഇനി എങ്ങനെയാണ് അത് യൂസിൽ വരിക, പ്രാക്ടിക്കാലിറ്റിയിലോട്ട് വരിക എന്നുള്ളതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി ഇനി അവർക്ക് എന്താണ് ആറാണ്ടിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒന്ന് സംസാരിച്ച് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയയോട് കൂടി, ഒരു വിഷനോട് കൂടി മുമ്പോട്ട് പോകണം. ഇത് എൻ്റെ മാത്രം ഒരു വിഷനല്ല, എല്ലാ ആൾക്കാർക്കും ഇതിൽ ഹെൽപ്പ് ചെയ്യാൻ അവരുടെ റോളുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ എൻ്റെ പൂർണ്ണ മനസ്സോടുകൂടി വിശ്വസിക്കുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവരോട് ഇത് സംസാരിക്കുക. റിപ്പിൾ സ്പേസ് ടൈമിനെ പറ്റി. റിപ്പിൾ സ്പേസ് ടൈം എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വരാം. ഗെയിമേഴ്സിനാണെങ്കിൽ ദേ ക്യാൻ കം ഹിയർ ആൻഡ് യൂസ് ദി സ്പേസ് ടു പ്ലേ. പബ്ജി ആണെങ്കിൽ പബ്ജി, ഫോർട്ട്നൈറ്റ് ആണെങ്കിൽ ഫോർട്ട്നൈറ്റ്, അല്ലെങ്കിൽ ഡോട്ട ആണെങ്കിൽ ഡോട്ട, കൗണ്ടർ സ്ട്രൈക്ക് ആണെങ്കിൽ കൗണ്ടർ സ്ട്രൈക്ക്. അത് ഗെയിമേഴ്സിൻ്റെ കാര്യം. അല്ല, പോഡ്കാസ്റ്റേഴ്സ് ആണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് പല ടോപ്പിക്സിനെ പറ്റി ഡിബേറ്റ്സ് ആണെങ്കിലും ബ്രെയിൻ സ്റ്റോമിങ് ആണെങ്കിലും നടത്താൻ പറ്റും. ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇൻട്രാക്റ്റീവായിട്ട് ഒരു സെഷൻ മുമ്പോട്ട് പോകണം എന്നാണ് എൻ്റെ ഈ ഒരു സ്പേസിനെ കൊണ്ടുള്ള ഐഡിയ. ഇതിന് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഗൈസ്. സീ യു നെക്സ്റ്റ് ടൈം. പീസ് ഔട്ട്. ശിവ സൈനിങ് ഔട്ട്. ബൈ.